ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിക്ക് ചപ്പാത്തിയും പാർട്സ് കറിയും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ ചപ്പാത്തി ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേനു കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ടേ. അങ്ങനെ ഉള്ളി അരിയുന്ന സമയത്ത് ഒരുവിധ ആൾക്കെല്ലാം വരുന്നതായിരിക്കും അല്ലേ ഈ കണ്ണുനീര്. അങ്ങനെ ഇത് അനക്കും വന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി പൊളിക്കാൻ മാത്രം എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പൊ അമ്മേന്റെ ചപ്പാത്തി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ അമ്മയും ഞാനും കിച്ചണിലായോണ്ട് തന്നെ ഏട്ടനും പൊന്നൂസിനും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് അവര് വർത്താനം പറയാൻ വേണ്ടി നമ്മളെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ആക്കി കഴിഞ്ഞു കേട്ടാ. ഇനി പാർട്സ് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. പാർട്സ് കറി വെക്കാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് മസാലകളെല്ലാം പെരക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ടൈം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം കുക്കറിലാക്കി എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി വാട്ടാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ വീട്ടിൽ ചിക്കൻ കറി എങ്ങനെയാന്ന് വെക്കുന്നത് ഏകദേശം അതേ ഒരു മോഡലിലാണ് കേട്ടോ ഞാൻ പാർട്സ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളെല്ലാം അമ്മേനെ കടന്ന് പറഞ്ഞു തരുന്നുണ്ടേനു. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കേട്ടോ ഞാൻ അതിലിട്ടത്. അതിനുശേഷം അതെല്ലാം വാടി വന്നതിന് ശേഷം ഞാൻ മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാല എല്ലാം സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇതാ പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലപോലെ ആ മസാലേന്റെ കൂടെ പാർട്സ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നേരത്തെ പാർട്സ് നമ്മൾ മസാലേന്റെ കൂടെ പെരക്കി വെച്ചതാണ്, എന്നാലും ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചു. അപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർട്സ് കറി ആയത് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പാർട്സ് കറി ആക്കി എടുത്തിട്ടുണ്ട്. അമ്മയും ഏട്ടനും കൂടി നല്ല അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.